എന്നും വിവാദ നായകനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി ഓപ്പറേഷൻ തുഫാന് അനുകൂലമായി യോഗനാഥത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം ഇന്ന് കേരള കൗമുദിയിലും അച്ചടിച്ച് വന്നിട്ടുണ്ട്. തൂഫാന് സമ്പൂർണ്ണ പിന്തുണ SNDP യോഗത്തിൻ്റെ എന്ന് പറഞ്ഞ് അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രൊജക്റ്റും കൂടെയാണ് എന്നുള്ളതും വളരെ രസകരമാണ്. VD സതീശനാണ് ഗവൺമെൻറ് എങ്കിലും രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രധാന പ്രൊജക്റ്റാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിനെ അനുമോദിച്ചുകൊണ്ട് അതിനാവശ്യമായ ഒരു സപ്പോർട്ട് SNDP കൊടുക്കും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്നാൽ അതിനിടയിലാണ് മറ്റൊരു വിവാദം കയറി വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പത്മഭൂഷൺ തിരിച്ചെടുക്കണം, അത് കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് വന്നു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങളല്ലേ ഇതൊന്നും തീരുമാനിക്കേണ്ടത്, കൊടുക്കണതും ഗവൺമെൻറ്, തിരിച്ചെടുക്കാൻ പറ്റുന്നത് ഗവൺമെൻറ്. റദ്ദ് ചെയ്യുക, ഇതൊരു പദവിയാണല്ലോ, അപ്പോൾ ഒരു പൊസിഷൻ കൊടുക്കുന്നതാണ്, അല്ലാതെ ഒരു ഡിഗ്രി ഒന്നും അല്ലല്ലോ. അപ്പോൾ ഒരു പൊസിഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഓണർ ചെയ്യുന്ന പൊസിഷനാണ്. ഒരാളിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ, എക്സ്പീരിയൻസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് രാജ്യം ഓണർ ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ ഒന്ന് ആത്മീയർ ചെയ്യുന്നതാണ്, ഓണർ ചെയ്യുന്നതാണ്, പിന്നെന്താണ് ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതിനെ പ്രത്യേകം പറയുന്നു, ഇന്ന ആൾ വ്യക്തി മിടുക്കനാണ്, ഇന്ന മേഖലയിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ ഒരു വേറിട്ട വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണെന്നുള്ള കൺസെപ്റ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ അത് തിരിച്ചെടുക്കണം എന്ന് വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഹൈക്കോടതിക്ക് അതിനകത്ത് ഒന്നുമേ ചെയ്യാനില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബാള് ഗവൺമെൻറ്റിൻ്റെ കോർട്ടിലാണ് വരിക. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കണ്ട എന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അവർ പ്രസിഡൻറ്റിനെ വെച്ച് കൊടുക്കില്ലായിരുന്നു. അവർ കൊടുക്കുകയും അത് പ്രധാനമന്ത്രി ഇത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശൻ വാങ്ങുന്നതിന് വേണ്ടി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടു. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഭാര്യയും ഒക്കെ കൂടെ, പ്രീതി നടേശനുമൊക്കെ കൂടെ ഡൽഹിയിൽ പോയി കണ്ടു, മക്കളുമൊക്കെ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് തിരിച്ചെടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേണമെങ്കിൽ തിരിച്ചെടുക്കാമെന്ന് മാത്രമേ ഹൈക്കോടതി പറയുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ കിട്ടിയത് തന്നെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഈ പത്മഭൂഷണെയും പത്മശ്രീയൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് ആർക്ക് വേണം, കാശ് കൊടുത്താൽ കിട്ടുന്നതല്ലേ, ഇത് അത്ര മോശമായിട്ടുള്ളൊരു ഇതാണ്, അതൊക്കെ എൻ്റെ പവിത്രതയൊക്കെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. അതേ വെള്ളാപ്പള്ളി നടേശന് കിട്ടിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, താങ്കൾ എന്താണ് നേരത്തെ അങ്ങനെ പറയുക? അപ്പോൾ അത് പറഞ്ഞ് അന്ന് എൻ്റെ അഭിപ്രായം അതായിരുന്നു, ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അതിപ്പോൾ ഓരോ കാലഘട്ടത്തിൽ അഭിപ്രായം ഇരുമ്പൊലൊക്കെ ഒന്നുമല്ല. അനുഭവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കാര്യം വരുമ്പോൾ ചിലപ്പോൾ അനുഭവം മാറും. അതൊന്നും വലിയ വിഷയമൊന്നുള്ള കാര്യമല്ല. ഒരു പൊതുവായ ഒരു പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് മാറിക്കൂടാ, അത് തന്നെ കൽപ്പാന്തകാലം സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ പ്രയാസമായിരിക്കും. പക്ഷെ എന്തായാലും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പത്മഭൂഷൺ തിരിച്ചെടുക്കുവാനുള്ള പണം എന്നുള്ളതാണ് ഡിമാൻഡ്. ഇതുവരെ അതിനൊരു തീരുമാനം വന്നിട്ടില്ല. പക്ഷേ ഇനി കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. പല ശ്രീനാരായണീയ സംഘടനകളും വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പറഞ്ഞു. ചിലർ കൊണ്ട് കേസ് കൊടുത്തു. കേസിലാണ് കൃത്യമായി കോടതി പറഞ്ഞത്, ഞങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമല്ല, ഗവൺമെൻറ്റാണ് ഇത് കൊടുത്തത്, അപ്പോൾ ഗവൺമെൻറ് തന്നെ തീരുമാനിക്കട്ടെ, വെള്ളാപ്പള്ളി നടേശന് ഇത് വേണോ വേണ്ടയോ എന്ന് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ച് പോകട്ടെ, ഞങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് പരാതി കൊടുത്തവർ സുപ്രീം കോടതി പോകുമോ അടുത്ത ചോദ്യം, അതോ ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് മാറി മറ്റ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ചെയ്ത സംഭാവനകൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യ ഗവൺമെൻറ്റിന് പിൻവലിക്കാനൊന്നും ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ അറിയില്ല, കാരണം വിവാദങ്ങളും തർക്കങ്ങളും വന്നാൽ ഗവൺമെൻറ് എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇത് തിരിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ശക്തമായ ഒരു സംഘം ഇത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കൂടെ ഉണ്ട്. പത്മഭൂഷൺ കൊടുത്തത് തന്നെ തെറ്റ്, അത് തിരിച്ചെടുക്കണമെന്ന് പറയുന്നു. പക്ഷേ എന്തായാലും അദ്ദേഹം അത് വാങ്ങി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.